ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ണൂരിലെ രണ്ടാമത്തെ വ്ളോഗാണ് നമ്മളിപ്പം എടുക്കാൻ പോകുന്നത്. നമ്മളതിനു വേണ്ടി കണ്ണൂർ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇനി എടുക്കാം ഫുൾ ടീം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയും 4 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും 12 വയസ്സിന് മുകളിലോട്ട് 80 വയസ്സ് വരെ 50 രൂപയും 80 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് ഫ്രീയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കോവേൾഡിലേക്കാണ് നിങ്ങൾ പോകുന്നത്. കോവേൾഡിനകത്തേക്ക് തരത്തിലുള്ള മീനുകൾ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. റെഡ് ബെല്ലി നട്ട് എന്ന് പറയുന്ന ബിരിയാണി മീനാണ് കളർഫുള്ള്. ശരത്തൊക്കെ അപ്പുറത്ത് ശാസ്ത്രീയമായ രീതിയിൽ അറിയാന്നുണ്ടെങ്കിൽ ജൈൻ ഗൗരാണ്. ഇത് ഐശ്വര്യമുള്ള മസാല ഇതിനെ കറി വെച്ചോണ്ടല്ലോ നല്ല മുളക് അതിന്റെ ഇതൊക്കെ സിലോപ്പിയുടെ ഒരു ബാലപേശിന്റെ ഒരു ഇച്ചിരി കൂടെ വലിയൊരു ഗൗരാമ്പിയുടെ ചെറിയ സാധനങ്ങളോ കാർട്ടൂണൊക്കെ ഇത് നമുക്ക് പുറത്തേക്ക് ജംഗിൾ കാറ്റ്, കാട്ടുപൂച്ച, മുള്ളംപന്നി, മരപ്പട്ടി, തൊപ്പിക്കുരങ്ങ് അതെല്ലാം അവിടെ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാറ്റാടി കാറ്റാടി മരം. മരം. ഇതാണ് കാറ്റാടി മരം. അപ്പൊ നമുക്ക് തൊപ്പിക്കുരങ്ങനെയൊക്കെ അവിടെ കാണാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എടാ, ഇയാള് കയ്യില് മാറിയില്ലേ അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട്? അമ്പലത്തിന്റെ ഏരിയ ഉണ്ട്. ഇത് കോഴിയാ? ഓ, അത് ശരി. മയില് പോലത്തെ കോഴിയല്ലേ? ഇതിന്റെ മെയില് നല്ലൊരു നമ്മളെങ്ങനെ ഇരിക്കും, നമ്മുടെ മയിലിനോട്ട് നീളത്തിൽ പോകും.
നിങ്ങൾക്ക് ഫാം ഉണ്ടായിരുന്ന കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അല്ലേ? അല്ല ഞാൻ വാങ്ങിക്കായിരുന്നു ഇനി ഇത് ശരി. കാട്ടുപൂച്ച കാണും. ആ അതുകൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ടില്ല, പിന്നെ എങ്ങോട്ടാ ഫോൺ ചെയ്യുന്നേ? താഴെ ഇതെങ്ങനെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എടാ അതിനെ ഒന്ന് കാണിക്കാൻ പറ്റുമോ നോക്കി. ഇതില് എഴുതിയിട്ടുണ്ടല്ലോ കാട്ടുപൂച്ച. അപ്പൊ ഇനി നമ്മള് സ്നേക്കിന്റെ സംഭവത്തിലേക്കാണ് പോകുന്നത് തോന്നുന്നു. വിളിച്ചോ? എങ്ങനെ വിളിക്കണ്ടേ? കേക്കത്തില്ലേ? മൂന്നാലെണ്ണോ? നമുക്കൊന്ന് മുള്ളു വിരിച്ച് കാണിച്ചു തന്നിട്ടുണ്ടോ? അരികേട്ടോ? അനികേട്ടോ? അതിനെപ്പറ്റി പറയണം. അലിഗേറ്ററിനെ പറ്റി പറഞ്ഞല്ലോ നീ. അലിഗേറ്റർ അവിടെ വീഡിയോ എടുക്കുന്നു, ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ഇത് അലിഗേറ്റർ അലിഗേറ്റർ പെരുമാറിനകത്തൊക്കെ എന്തൊക്കെയോ അലിഗേറ്ററിനെ പറ്റി അലിഗേറ്റർ ഒരു ഫ്രഷ് വാട്ടർ ഫിഷ് ആണ്. ഫ്രഷ് വാട്ടർ ഫിഷ് ആണ്. അത്യാവശ്യം ഭയങ്കര സൈസ്, ഒരു നല്ല രീതിക്ക് സൈസ് ഒരു അരാപ്പൈമ അലിഗേറ്റർ എന്നൊക്കെ വെച്ചാൽ ഒരു മനുഷ്യന്റെ അത്ര സൈസ് വെക്കുന്ന ഒരു ടൈപ്പ് ഫിഷ് ആണ്. അത് 10 ഫീറ്റ് വരെ നീളം, ഭയങ്കരമായിട്ട് ഫീറ്റ് നീളം വെക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ അലിഗേറ്ററിന്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. തല മാത്രമേ കാണുന്നു. ഉണ്ട്, ബാക്കി നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് വിളിച്ചു നോക്ക്. നീ ആ കിടക്കുന്ന ആ കല്ലിന്റെ മേളില് ആ കല്ല് കാണുന്നുണ്ട്, അതിന് മേളില്. എന്റെ കുഞ്ഞിനായ സമയത്ത് ഞാൻ ഗപ്പിയെ കൊടുത്തിട്ട് ഒരു വായിക്കൂടില്ല. പിടിക്കാൻ പോകുന്നു കേട്ടോ. അലിഗേറ്ററിനെ പറ്റി വിശദമായിട്ട് അറിയേണ്ടത് ഇത് വായിച്ചു നോക്കാം, ഇതിന് മനസ്സിലാവുന്ന വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയ മീനായത്. പുറത്തേക്ക് വന്നോണ്ടിരിക്കുക. അങ്ങോട്ട് വരിക. അലിഗേറ്റർ നിങ്ങൾക്ക് എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സ് പറയാനുണ്ട്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ 100 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ അത് പറയാമോ? ഇങ്ങനെയാണ് മനുഷ്യന്റെ
പരിണാമം എന്നാണ് അഞ്ചാമയുണ്ട്. അഞ്ചാമയാണ് കുളത്തിലുള്ളത്. സാധാരണയാണോ? രണ്ട് പരമന്മാരായിട്ട് ശരത്തൊന്നുമല്ല കേട്ടോ. അതല്ല രണ്ട് കുരങ്ങന്മാരുണ്ടെന്ന് തോന്നുന്നു. രണ്ടല്ല മൂന്നെണ്ണം ഇവിടെ പുറത്തോട്ട് പോകും. ഇതാണോ ഇതാണോ രണ്ട് കുരങ്ങന്മാർ? ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചുമ്മാ ഇനി അമ്മമാരെ അത് നെക്സ്റ്റ് എമു എമു പാമ്പ് കഴിഞ്ഞില്ല. പാമ്പെത്തിയില്ലല്ലോ. എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആട്ടോ. പാർക്ക് എന്ന് പറഞ്ഞില്ലല്ലോ, സ്നേക്ക് പാർക്ക് എന്ന് പറഞ്ഞുള്ളൂ. ഇനിയും കാണുമായിരിക്കും. രണ്ടൊന്നല്ല ഉള്ളത്. അല്ല അടുത്ത ബേർഡ് സെക്ഷൻ ആയതുകൊണ്ട് അത് കഴിഞ്ഞായിരിക്കോടാ. എമൗണ്ട് മുട്ട മറ്റേ വലിയ മുട്ട. അല്ല അത് ഓസ്ട്രിച്ചിന്റെ മുട്ട. എമുവിന്റെ അത്യാവശ്യം വലുതാ. ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അത് ഓസ്ട്രിച്ചിന്റെ മുട്ടയാണ് ഏറ്റവും വലിയ മുട്ടയും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ. 2 കുരുള്ള മുട്ട. ഓസ്ട്രിച്ചിന്റെ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. 2 പേരുള്ള അങ്ങനെ ബാക്കി പിന്നെ പച്ചവട്ടയാ. ഗ്രീൻ കളർ ചെയ്യുക. അല്ലെങ്കിൽ എമ്മുവിനെ പറ്റി ഞാൻ ഇതിനെപ്പറ്റി എന്താ പറയാ? 190 ശരത്ത് വായിക്കുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് വേണ്ടിട്ട്. ശരത്ത് വായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിട്ട്. ശരത്ത് പറയൂ. ഞാനിത് പഠിച്ചു പോയില്ല. ക്ലോസ് ക്ലോസ് ക്ലോസ്. എവിടെ മുട്ടയെ പരിചയപ്പെടാം. 680 ഗ്രാം വരെ തൂക്കം വരും ഒരെണ്ണത്തിന്. അമ്പത്തിരണ്ട് ദിവസം. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ദാൻ ഹെൻ എഗ്സ്. ഫാറ്റി ആസിഡ് കുറവാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. രണ്ട് ഫാറ്റി ആസിഡ് പച്ച കളറാട്ടോ, ഡാർക്ക് ഗ്രീൻ കളർ. അത് നമ്മൾ ബേഡ്സിലേക്കാണ് പോകുന്നത്. നീ എന്റെ കൂടെ ഇങ്ങനെ ഇപ്പോഴത്തെ സ്റ്റാറാ. പെൻഗിനുണ്ടല്ലോ ഇപ്പോഴത്തെ സ്റ്റാർ ആട്ടോ. കറന്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പുള്ളിയാണ് പെൻഗിൻ. പെൻഗിനും എമ്മുനും ഇറക്കുന്നത് തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നത്? കിവിയാ? കിവി കിവി.
അതാണ് ഇനി പരുന്തിനെ തൂക്കിയിട്ടേക്കോ? ഹൗസ് മുങ്ങയുണ്ടോ അവിടെ? ബ്ലാക്ക് ഫീറ്റ്. ഇത് അല്ല മൂന്ന് പരുന്തിന്റെ സംഭവിക്കും. അത് മൂന്ന് നാളില്ല ഇത് ഇരിപ്പുണ്ടോ? എവിടെ? അതും വരുന്നില്ല. രാവിലെ എനിക്ക് പറഞ്ഞിട്ടില്ല. അകത്തായിരിക്കും. വെട്ടത്തിറങ്ങത്തില്ലല്ലോ. ഇതിനകത്ത് പാമ്പാണ്. അതിനകത്തായിരിക്കും പാമ്പ്. അതാണ് പാമ്പ്. കാണാൻ പറ്റും ഇതിനകത്ത്. കാണാം. ശരിക്കും പറഞ്ഞാലേ പീസ്ഫുൾ മൈലോ. നമ്മളിങ്ങനെ ഇതിനെയൊക്കെ ഇങ്ങനെ കൂട്ടിലിട്ട് ഇങ്ങനെ ഇടാൻ കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ സംരക്ഷണമാണോ? ഇത് സംരക്ഷണം. നമ്മുടെ പീലി ഇവിടെ ആടാൻ ഇത് നമ്മുടെ അവിടെ നമ്മുടെ ഭാഗത്ത് വരുന്നത്. തീരെയില്ലാത്ത കുറവില്ലാത്ത പെണ്ണാടാ അത്. പെണ്ണാടാ. പക്ഷെ തീരെ ഇല്ലാത്ത കാണുന്നില്ല. പെണ്ണാടാ അത്. പെണ്ണെവിടെ പീലി? പെണ്ണിനാടാ പീലിയുള്ളേ. ഇതിന് പീലി ഉണ്ടല്ലോ. ആ പീലി കാണിച്ചു കൊടുക്കും. അതൊന്ന് വിടത്താൻ പറയണം. ആ പെണ്ണുകളെ കാണുമ്പോ നടത്തുന്നത്. അതിനെ പോയി കാണാൻ പറഞ്ഞു. അത് കണ്ടെന്ന് പറഞ്ഞ് പുതിയനെ കാണണം. കാണാത്തതിനെ കാരണം മഴ പെയ്യുമ്പോഴാണ് പീലി വളർത്തി. പിള്ള പറഞ്ഞു കൊടുക്കണ്ടേ? പീലി വിടർത്താൻ പറഞ്ഞു. പിള്ളാന്ന് കാണിച്ചു കൊടുത്തേ. പീലി വിടർത്താൻ പീലി അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഐറ്റംസ് ആണ്. പെരുമ്പാമ്പ്, മൂർഖം, അണലി, ചേര, കാട്ടുപാമ്പ്, ഗ്രീൻ ഇഗ്വാന. 360 ഉണ്ട്. 360 ഉണ്ട്. ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെ. നിങ്ങൾ അത് പോയി കാണും. ഞാൻ ശബ്ദം മാത്രം ചെറുപ്പം നമ്മുടെ ഓഡിയോ ക്യാമറാമാനും ക്യാമറമാൻ പോസ്റ്റ് ചെയ്യും. ക്യാമറാമാൻ ഇതുവരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യും. ഓഡിയോ പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. വോയിസ് ഞാൻ പറയുന്നതായിരിക്കും. ഇതിനകത്ത് വോയിസ് കേൾക്കോ? കേൾക്കോ? പെരുമ്പാമ്പിനെയാണ് ഇത് കാണുന്നത്. ഇതിന് വിഷമൊന്നുമില്ല. രണ്ടുപേരുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ മരത്തിലൊന്നും തൂങ്ങിക്കാണും. മുറുക്കനുണ്ട് അപ്പുറത്ത്. കുറെ ഉണ്ട് ഒരുപാടുണ്ടാ. ഞാനതോ അവിടെ കിടന്നു. 2 കിടക്കുന്നു. 4, 5, 6, 7, 8, 9, 10 പിടിക്കുന്ന മൊത്തം. അതെ സെൻസിറ്റീവ് കണ്ടു. അങ്ങനെ ഡിസ്ക്രിപ്ഷൻ തന്നെ മാറ്റിയത്. ഇതെന്താണ് സംഭവം? അവരുടെ വിസർജന വേസ്റ്റ്. ഓക്കെ. അതെ ആരും കാണാത്ത പല കാഴ്ചകളും നമ്മൾ നിങ്ങളെ കണ്ണൂർ മാത്രം കാണും. ഇതാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കണ്ണൂരേക്ക് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എക്സ്ക്ലൂസീവ് ബ്ലോഗ് തെയ്യായി. ഒറ്റൊരെണ്ണം അത്. പിന്നെ പെരുമാ ഇതാണ്. ഇത് നമ്മളിപ്പം നേരത്തെ കണ്ടതിന്റെ കറക്റ്റ് കാണാൻ
ഇതാണ് ഐറ്റം. അത് രണ്ടെണ്ണം താഴെ വരണം. പിന്നെ ദേ കിടക്കാൻ പറഞ്ഞു എന്തൊക്കെയോ തിന്ന് വയറ് നിറഞ്ഞു കിടക്കും. ഓക്കെ, നെക്സ്റ്റ്. അടുത്തെന്താ? അടുത്താണ് എന്താ അവൾക്ക് വന്ന് മാറും. നടുക്ക് ഒന്ന് മാറും. ഇതാണ് കോബ്ര. ഇന്ത്യൻ കോബ്ര. പറ. ഇന്ത്യൻ കോബ്ര. ഇതിനെ പറ്റി 2 വാക്ക് പറ. എഴയും കൊത്തും. ഇത് കടിക്കല, കൊത്തും. കാണപ്പെടുന്ന മേഖല വിഷമുള്ള ഏരിയ. പാകിസ്ഥാൻ ഏരിയകളിലൊക്കെ കാണാം. ഇതിനെ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക പിന്നെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആ മാപ്പിനകത്ത് ശ്രമിക്കും. ഇതിന്റെ ഭക്ഷണങ്ങൾ എലികൾ, തവളകൾ, ചെറു പക്ഷികൾ എന്നിവയാണ് ഇതിന്റെ പ്രധാന ഭക്ഷണങ്ങൾ. അതുകൊണ്ട് പാമ്പ് അതിന്റെ പടം ഏകദേശം അഡൾട്ടിന് 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെ വലിപ്പം ഉണ്ടാവും. ഗേറ്റ് സാർ അതെന്താ സാർ എന്റെ സ്കിൻ പടം പിന്നെ അത് ഈ ഒരുപാട് ഹീറ്റ് ആവുന്ന സമയത്ത് അതിന്റെ സ്കിന്നെ റിമൂവ് ചെയ്യും. കടം പിടിക്കുക ഷെഡിങ്ങിന്റെ സമയമാണ് അത്. ഹീറ്റ് കൂടുതൽ വിടർത്താൻ എന്തെങ്കിലും ചെയ്താൽ പറ്റുമോ? 10 വെള്ളം ഗ്ലാസ് പൊട്ടിച്ചിട്ട് അകത്തോട്ട് കയറിയത് അന്നേരം വിടത്തിയും ചെയ്യും. അദ്ദേഹം ഇപ്പൊ തൽക്കാലം വിടർത്താനുള്ളൊരു മൂഡിലല്ല. പിന്നെ നമ്മളെ കാണാൻ അതിനെ കാണുമ്പോ അറിയാലോ നമുക്ക്. പാമ്പിന്റെ ചെവിയില്ല. ആ വൈബ്രേഷൻസിലൂടെയാണ് അദ്ദേഹം. അതെ, അതേപോലെ തന്നെ അതിനെ നമ്മളെ കാണാനുള്ള നമ്മളെ ഒരു ഷാഡോ പോലെയാണ് അത് കാണുന്നത്. വൈബ്രേഷൻ ഉണ്ടോ? നമ്മുടെ വ്ലോഗർ അപ്പുറത്ത് 360 ആണ് തോന്നുന്നത്. 360 ആണ് നമുക്ക് കാണുന്നത്. ആ അതെ, ഇദ്ദേഹമാണ് ശരിക്കും പാമ്പുകളിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള 360 എന്നറിയപ്പെടുന്ന ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ളൊരു പാമ്പിന്റെ ഇനമാണ് വൈപ്പർ. ഇത് പല ടൈപ്പ് ഉണ്ട്. ഒരു കാര്യമില്ലാതെ ആൾക്കാരെ കടിക്കുന്ന ഒരേ ഒരു പാമ്പ്. ഇതുപോലൊരു വൃത്തികെട്ടതും പാമ്പുകൾക്ക് തന്നെ അപമാനമായിട്ടുള്ള ഒരു പാമ്പാണ് കോമൺ ചേര. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ ചേര. ചേരയാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയാം. കാട്ടുപോകും. വെനമസ് ആണോ? സാധാരണ കാട്ടുപാമ്പിന്റെ ഗ്ലാസിൽ റിഫ്ലക്ഷൻ അടിക്കും. എന്താ? ഇഗ്വാന. കാരണം ഇത് വൈൽഡാ, നമ്മൾ വളർത്തിയിട്ടില്ലല്ലോ. നല്ല കടിക്കുകയും ചെയ്യും. അടിച്ചില്ല. വാലിന് നല്ല കക്ഷി. ക്രോക്കഡൈൽ. ക്രോക്കഡൈൽ ഉത്സവറമ്പില്ലേ കൊണ്ട് ഒതുക്കിയിട്ടേ അടുക്കി കണ്ണ് ജിമ്മ് കണ്ണ് ജിമ്മ് കാട്ടാക്കട നീ പറഞ്ഞ അടഞ്ഞ് ഇല്ല, എല്ലാം ജീവനുള്ളതാ. അതിങ്ങനെ ഉണാതെ കിടന്ന് ഇരയെ പിടിക്കാന്നുള്ളതാണ്. എല്ലാം ജീവനുള്ളതാ. വെയില് കാണുന്നൊക്കെ ഭയങ്കര ആക്റ്റീവാണല്ലോ. എല്ലാം അനങ്ങാതെ കിടന്ന് ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. എനിക്ക് തോന്നുന്നു ഫുഡ് കഴിച്ചിട്ട് ഫുഡൊക്കെ ഇപ്പൊ ഇടുമ്പോൾ ഇവിടെ ഇറങ്ങത്തില്ല.
കഴിച്ചിട്ട് കിടക്കുന്ന കിടപ്പ് കഴിച്ചിട്ട് കിടക്കടാ. വേറെ ഒന്നും ചാടി ഇരിക്കുന്നു. ഏത് അനങ്ങുന്നു? ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ തോട്ടിൽ കിടക്കുവാണെങ്കിൽ നല്ല ചുള്ളിക്കമ്പ് വാരി എടുക്കാൻ നല്ല പ്ലാവിന്റെ സ്റ്റീഫൻ റോബർട്ട് ഐർവിൻ. ഈ വ്ലോഗ് അങ്ങനെ അരമണിക്കൂർ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു. പ്രശ്നമുണ്ടോ അത്? കരയിൽ കിടക്കുന്ന ആൾക്കാരുമായിട്ടാണ് അവരെന്തോ പ്രശ്നമായി. കുറച്ചധികം നേരം നിന്ന് എന്തെങ്കിലും നല്ല നാണി കിട്ടുമല്ലോ. 1 മണിക്കൂർ ഇങ്ങനെ പിടിക്കും. അരമണിക്കൂറിൽ നിന്നും വ്ലോഗ് 1 മണിക്കൂറിലേക്ക് പോകും. നിങ്ങൾക്ക് അതിനുള്ള ക്ഷമയുണ്ടെങ്കിൽ ഞങ്ങൾ എത്ര നേരം വേണമെങ്കിലും ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളും കാണണം അത്. ഇത് കണ്ടില്ലേ നമ്മളെന്തോ ടോയ്സ് ഇങ്ങനെ അടുക്കിട്ടേക്കുന്ന ഓരോ കിടക്കും. സംഭവിച്ചെന്ന് വെച്ചാൽ അങ്ങനെ കിടക്കുന്നതാണ് അച്ഛൻ. അപ്പൊ അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായി. അതാണ് ഇപ്പൊ അവിടെ സംഭവിച്ചത്. ഒരു മോശം അനുഭവം ഉണ്ടായി അവർക്ക്. അതിനാണ് അവരെ റിയാക്ട് ചെയ്തത്. നമ്മള് പണ്ടത്തെ നമ്മുടെ മറ്റേ മുതലേ പിടിക്കാൻ പോകുന്ന ആള് മുതലയുടെ മരിച്ചു. എന്താ ഒരു അവസ്ഥ വന്നു. മരിച്ചിട്ടില്ല. മരിച്ചു 2006 മരിച്ചു. ഇതാണ് സ്റ്റീവ് ഇർവിൻ. നമ്മള് പണ്ട് നാഷണൽ ജോഗ്രഫിക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇയാൾ മുതലേ പിടിക്കുന്ന ആളായിരുന്നു. ഓട്ടോ തന്നെ മനസ്സിലാവും. ഇദ്ദേഹത്തെയാണ് എവിടെ കോബ്ര? എവിടെ കിങ്, ദ റിയൽ കിങ്. ഏതാ കോബ്ര? എവിടെ എവിടെ അദ്ദേഹത്തെ കണ്ടില്ലേ? നമ്മളിപ്പോ കണ്ടില്ലേ അവിടെ? അല്ല കോബ്ര കണ്ടില്ലേ? ഹെലികോപ്റ്റർ അതിൽ പോകാൻ പറ്റൂടാ. രാജാപ്പുളി. ഇതെന്ത് പുളിയാ? രാജാപ്പുളി. എന്നാലും അതെന്ത് പുളിയായി? രാജാപ്പുളി തമിഴ്നാട്ടിൽ പിന്നെ പറ്റത്തില്ല. ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്. മറ്റേ മൊത്തപ്പഴത്തിന്റെ മൊട്ടപ്പഴം അല്ല, അതുപോലെ ബൊട്ടാണിക്കൽ നമ്മളെ ഇതാണ് കേട്ടോ. അത് മൊട്ടപ്പഴമാണ്. എന്നിട്ട് അങ്ങനെയൊക്കെ തോന്നും. ശരി, അത് എന്തെല്ലോ മരവൊക്കെ ഉണ്ട്. ബിഗ് ഫോർ. ഇതാണ് ശരി. കാണാൻ കഴിച്ചു. നിങ്ങൾ പോയി കണ്ടിട്ട് ഞാൻ അവിടെ നീ വാഴാൻ എന്തത്? വെനമസ് കോമൺ ക്രൈറ്റ് വൈപ്ര. ചിരട്ട അത് വൈപ്ര. ഉറക്കമാണ്. അകത്തുണ്ടാ? അടുത്തൊരു ബിൽഡിംഗ് ഞാൻ കണ്ടു. ണ്ടോ? വലിയ ബിൽഡിംഗ് 360യുടെ വലിയ ഐറ്റം കണ്ടോ? കണ്ടോ? ഭയങ്കര വെനമസ് ആണ് ഇദ്ദേഹം. ഒറ്റ അറ്റാക്കിൽ നമ്മളെ കൊല്ലാനുള്ള വിഷം ഇഞ്ചെക്ട് ചെയ്ത വഴി. സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ സർവൈവ് ചെയ്ത് നടക്കൂല. അടി കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകും. ട്രയാങ്കിൾ പോയാൽ പോലും ചാൻസ് ഡേഞ്ചറാണ്. പലരും ഇതിന്റെ പാറ്റേൺ കണ്ടിട്ട് പെരുമ്പാമ്പാന്ന് പറഞ്ഞ് കയറി പിടിക്കാറുണ്ട്. അതെ. ഇതിന്റെ ശരിക്കും എന്താ സംഭവം അറിയാം? നമുക്ക് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പെരുമ്പാമ്പിന്റെ ഒരു സ്കിന്നാണ്. അപ്പം അതിന്റെ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളും അതിന്റെ ആ ഒരു മാർക്കിങ്സ് ഒക്കെ പെരുമ്പാമ്പിനെ പോലെ. അപ്പൊ ഈ പെട്ടെന്ന് ആൾക്കാർ ഇതിനെ പെരുമ്പാമ്പാണല്ലോ, അറ്റാക്ക് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഇതിനെ കയറി പിടിക്കും. ചെറുതല്ല, വലുതിനെ കാണുമ്പോ. അപ്പം ഇത് ശരിക്കും അറ്റാക്ക് ചെയ്യും. പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും. ട്രയാങ്കിൾ ഹെഡ് ആണ്. അത് നമ്മൾ 360 രീതിയിൽ അറ്റാക്ക് ചെയ്യും. 70 ഡിഗ്രി തിരിയുള്ള കഴിവ് ഇതിനുണ്ട്. നമ്മൾ നിൽക്കുന്ന പെട്ടെന്ന് തിരിഞ്ഞ് നമ്മളെ അറ്റാക്ക് ചെയ്തു.
ഒന്നൊക്കെ നല്ല കണ്ടുണ്ടാക്കും അതാ അതിലുണ്ട് അതിന്റെ ഇടക്ക് ഒക്കെ നല്ല ഇതൊക്കെ വെക്കുന്നുണ്ടാവും ക്യാബിലൊക്കെ സെറ്റ് വെക്കൊക്കെ വേറെ ഏതോ ടൈപ്പ് അത് എന്ത് വായിക്കും ഇത് കണ്ടറിയാലോ ആ വര വര അല്ലമ്പോ നിങ്ങളെ കൊണ്ടൊരു ഫാമിലി ഫ്രണ്ട് തല മേത്താൻ മൂർഖൻ 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 നമുക്ക് അവിടെ ഒരു മൂർഖനുണ്ട്. അദ്ദേഹം ഇതറിഞ്ഞാൽ അദ്ദേഹം തലതെല്ലിച്ചോ. സ്മോൾ സ്നേക്ക് ഹൗസ്. ചെറിയ ചെറിയ ഐറ്റംസ്, അതായത് ഇരുതലമൂരി, പച്ചിലപ്പാമ്പ്, അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ്. ഇരുതലമൂരി ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പച്ചിലപ്പാമ്പുണ്ട്. ഞാൻ ചൊല്ലിട്ടില്ലേ ആ തെറ്റലോട് കേറി അങ്ങനെ ഇറങ്ങിപ്പോയി. അനങ്ങുന്നില്ലത്. ഇത് രണ്ടെണ്ണം ഉണ്ടടി. ഇത് കലാകാല ചെറിയ വിഷമുണ്ട്. നമ്മളുടെ അടിച്ചു കൊണ്ടാണ് ചാവില്ല അങ്ങനത്തെ സാധനം തോന്നുന്നു. ഈ ചെടിയിൽ ചെറിയ പാമ്പ് എന്നും കോമഡി കുറച്ച് അറിവുകൾ കൂടി. ഇത്രയും വലിയൊരു പൂള്, ഇത്രയും ചെറിയൊരു പാമ്പ്. വെള്ളം കളർ ഇത് വന്നില്ല നിങ്ങൾക്ക് ആ മീൻ പോലത്ത് നോക്കട്ടെ പൈസ ആ വെള്ളക്കാർ തയ്യടക്കില്ലേ വെള്ളക്കാറെടുക്ക് ചെറിയ ചിലപ്പോ ഉണ്ടാവും. അതതിന്റെ തൊലിയാ. ഒരു പാമ്പിന്റെ തോലല്ലേ പാമ്പിന്റെ തോല ഇതാണ് സാൻഡ്, നോൺ ലാൻഡ്സ്. പഠിച്ചാലും രക്ഷപ്പെടാനുള്ള സാധ്യതകളുള്ള പാമ്പ്. ഏതാ? അതായത് അത് നേരിയ ഈ പച്ചിലപ്പാമ്പ് ഐറ്റംസ്. പൂച്ചക്കണ്ണൻ. ഇതോ? അത് ഇത് നോൺ വെനംസാ. വിഷമില്ലാത്ത പാമ്പ്. നമ്മളപ്പം ഇതിനെ കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കണം. ഇത് കടിച്ചാലും പേടിക്കണം. ഇത് കടിച്ചാലും നമ്മൾ അത്ര പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ വെള്ളി വരയൻ പാമ്പിനെ കഴിഞ്ഞ ആഴ്ച അമല് കണ്ടിട്ട് പറഞ്ഞു ശംഖു വരയൻ. ഇതിലാണ് നമ്മൾ ശരിക്കും പാമ്പുകളുടെ രാജാവിനെ കാണാം. കിങ് കോബ്ര അഥവാ കോബ്ര ഹൗസ്, രാജവെമ്പാല. കോബ്രകളാണ് പാമ്പിന്റെ കൂട്ടത്തിൽ അതിലെ ഏറ്റവും മെയിൻ ആണ് കിങ് കോബ്ര. അദ്ദേഹം അങ്ങനെ ആരെയും ഉപദ്രവിക്കാറില്ല. അത്യാവശ്യം മാന്യനാണ്. പാമ്പുകളുടെ മാന്യനാണ് കിങ് കോബ്ര. പക്ഷെ അദ്ദേഹം ഉപദ്രവിച്ചാൽ കഴിഞ്ഞു തീർന്നു എന്ന് ഇദ്ദേഹം ഇപ്പം അദ്ദേഹത്തിന്റെ തോല് ഉരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെഡിങ് ടൈമാണ് അദ്ദേഹത്തിന്. ചെറുതാണ്. സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ വീണ പിന്നൊന്നും പറയണ്ടത്. ഇറങ്ങി ഓടാൻ പോലും പറ്റൂല. ഓടിയിട്ട് കാര്യമല്ല, ഒരു കുത്ത് കിട്ടും ഉറപ്പം. ഒരു വട്ടം എന്തായാലും കിട്ടും. അമ്മജി അതിനെ എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട് അദ്ദേഹം.
പാമ്പിന്റെ കീഴത്തോട്ട് വെച്ച് കൊടുക്കാം. പാമ്പിന്റെ സൗണ്ട് പാമ്പിന്റെ സൗണ്ട് കാണിക്കണം. ചന്ദ്രകലയൊക്കെ ഉണ്ടോ? സൗണ്ട് ഇച്ചിരി പ്രശ്നമായോന്ന് ഡൗട്ടുണ്ട്. അമലുണ്ടാക്കിയത് അതിന്റെ പെണ്ണിന്റെ സൗണ്ട് ആവുന്ന ഡൗട്ട്. അത് കുതിരയ്ക്ക് പറ്റാം. കുത്തടി ഇവര് തമ്മിൽ എന്തോ കുത്തം കണ്ടുപിടുന്നു. ഇത് എത്ര പേരുണ്ടെന്ന് വല്ല കണക്കുണ്ടോ? 1 2 3 4 5 തല ഞാൻ കാണുന്നുണ്ട്. കമന്റ് ഗൈസ്, ഇതിൽ എത്ര പാമ്പുകൾ ഉണ്ട്? 5 തല ഞാനിപ്പോ കാണുന്നുണ്ട്. നമുക്ക് ഇവനെ ഒന്ന് 10 വിടർത്തിയാലോ? ഇവിടെ ഫൈറ്റ് നടക്കുവാണ്. നിങ്ങൾ കാണുക, ഇവിടെ ഏറ്റവും മൂർഖൻ തമ്മിൽ അടിയാണ് നടക്കുന്നത്. കടി കണ്ടു അദ്ദേഹത്തിന്. കടി കണ്ടു. കടിച്ചു പറിച്ചു. കേട്ടോ, അടുത്ത കടിക്ക് വേണ്ടി അവൻ വീണ്ടും വരികയാണ്. ഈ അമലാണ് ഇതിന് സൗണ്ട് ഉണ്ടാക്കി ഇളക്കിയത്. ഈ അമല അദ്ദേഹം 10 വിടർത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇല്ല, അദ്ദേഹം 10 വിടർത്തുന്നത് മാത്രമേ ഉള്ളൂ. അത് പേടിച്ചോറുകയാണ്. കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടോ അദ്ദേഹത്തിന്? ഫസ്റ്റ് ടൈം 10 വിടർത്തി കാണുന്നു. ഇതാണ് ടെറർ. ഏതാ ഇപ്പൊ കടി കൊണ്ടത്? കടി കൊണ്ടതാണ് ആ 10 വിടർത്തിയാള്. നമുക്കിപ്പോ മിക്കവാറും ഡെഡ് ആവുന്നു. ഇല്ല, ഡെഡാവില്ല. കടിച്ചതാരെ? പല ഇങ്ങനെ കല്ല് ചേർത്ത് വെച്ചിടണം. ഇവനെയാണോ കടി കൊണ്ടത്? ഇദ്ദേഹമാണ് കടി കൊണ്ടാവും. അവൻ ആളെ കൂട്ടാൻ പോയതാ. ഇവര് തമ്മിൽ ഒരു അറ്റാക്ക്. എനിക്കൊന്ന് അനന്തടാ, ഇത് ചുരുണ്ടാൻ വന്നു കേട്ടോ. ഇത് വേറെ ഐറ്റം. ഇത് നമ്മളെന്തോ അവരുടെ വേറെ ഏതോ സമയങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നൈറ്റ് മോഡ് ആവുന്നു. കുറച്ചു നേരം ഫാമിലി ഓഡിയൻസ് ഒന്നും മാറേണ്ടതാണ്. ഒരാൾ മേലിൽ നിന്നും നോക്കുന്നു. അതാന്ന് തോന്നുന്നു ഇവരുടെ സൂപ്പർവൈസർ ആണെന്ന് തോന്നുന്നു അദ്ദേഹം. ഏരിയൽ വ്യൂ കളക്ട് ചെയ്യാണ്. പക്ഷെ ഇതെല്ലാം ചെറുതാണ്. മൂണ്ടിരിക്കുന്നത് വേറെ ഐറ്റം. അത് തന്നെ. എവിടെ അതെടുക്കാം. കാണാൻ പറ്റില്ല. അതൊക്കെ വിളിച്ചോമത്താ. കിങ് കോബ്രയാണ്. കിങ് കോബ്രയാണ്. ഓക്കെ ഇപ്പൊ നമുക്ക് അങ്ങ് വിളിച്ചു. ഇതിന്റെ മൂട്ടറാ, സോണിന്റെ മൂട്ടർ. വീരങ്ങളും വന്നിരിപ്പുണ്ട് നോക്കാം. പാമ്പിന്റെ കൂട്ടത്തിൽ ഇദ്ദേഹം ഒരു മാന്യനാണ്. അതെ, ഇദ്ദേഹം ഒരു മാന്യനാണ്. ശരി, പദവി കൊണ്ട് പേര് കേൾക്കുമ്പോ നമ്മൾ പേടിക്കുമെങ്കിലും ഇദ്ദേഹത്തെ അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തിന് 2 രീതിയിൽ കടിക്കാനുള്ള കഴിവുണ്ട്. ഒന്ന് നമ്മളെ പേടിപ്പിക്കാനായിട്ട് കടിക്കാനുള്ള കഴിവ്. അടിയാണ്. മൂന്ന് പേരോട് മീറ്റിംഗ് ആണ്. 3 പേരോട് ഒരുമിച്ച് മീറ്റിംഗിലോട്ട് കടി കൊണ്ട് ഈ കടി കൊണ്ടിട്ടുള്ള വിഷയം കാണേണ്ടത്. ഇവിടെ ഇറങ്ങി വരുന്നല്ലോ.
പാമ്പുകളുടെ ഇടയിൽ മാന്യം. ഇനി ഈ വെള്ളവും ഇതൊക്കെ വേണം. എന്നാൽ ഏറ്റവും കൂടുതലുള്ള വിഷമുള്ളതും ഇന്ത്യയിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പുകളുടെ ഇടയിൽ മാന്യം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് രണ്ട് രീതിയിൽ കടിക്കാനുള്ള കഴിവുണ്ട്. ഒന്ന് നമ്മളെ പേടിപ്പിക്കാനായിട്ട് ഇത് വിഷമില്ലാതെ കടിക്കാൻ പറ്റും. ഇദ്ദേഹം പേടിപ്പിക്കാനായിട്ട് നമ്മൾ കടിക്കും. എല്ലാ സാഹചര്യത്തിലും വിഷം ഇഞ്ചക്ട് ചെയ്യാറില്ല. എന്നാൽ ഇഞ്ചക്ട് ചെയ്യുവാണെങ്കിൽ പാമ്പുകളുടെ കടികളുടെ കണക്കെടുപ്പെടുത്താലും ഏറ്റവും കുറവ് കടി കിട്ടിയിട്ടുള്ളത് ഇതിന്റെ കാരണം ആൾക്കാരെ അങ്ങനെ കടിക്കാറുണ്ട്. ഇദ്ദേഹം കൂട് കൂട്ടിയാണ് മുട്ടയിടാറ്. ബാക്കിയുള്ള ചെറു പാമ്പുകളെ ഇത് ഭക്ഷിക്കും. മുളങ്കാടിന്റെ ഇടയ്ക്കാണ് കൂടുതലും കൂട് കൂട്ടാറ്. ശരിക്കും ഇതേ മനുഷ്യനെ എത്ര അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പാണ്. ഹൈലി വെനംസ്. ഒരെണ്ണം 12 കിലോ ഉണ്ടോ? ഇത് മിക്കവാറും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത വീഡിയോ ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യണത്? അങ്ങനല്ലേ? നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്ന് പറയുന്നതൊക്കെ ചില അപ്ലോഡ് ആവത്തില്ല. അല്ല അങ്ങനൊന്നുമില്ല. അല്ല ഇത് ഞാൻ വേണ്ടേ, ഇത് നിനക്കപ്പം ഇതിനെ കാണുമ്പോ ഒരു പ്രശ്നമല്ലേ? എനിക്ക് പ്രശ്നമുണ്ട്. അപ്പൊ നീ ഇതിനെ എങ്ങനെ എഡിറ്റ് ചെയ്തിരുന്നു? ഇല്ല, എഡിറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇടുക. ഡയറക്റ്റ് ഇടുക. ഇതിനകത്ത് ഞാൻ നോക്കി വെച്ചേക്കുന്ന 1-2 കണ്ടന്റുകളും വാക്കുകളും ഒക്കെ ഉണ്ട്. അത് വരുന്ന ഒരു ബീറ്റ് സൗണ്ട് ഇടും. അത് ഇട്ടിട്ട് ബീറ്റ് സൗണ്ട് അത് ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യും. നൈറ്റ് മോഡിനകത്ത് അതുകൊണ്ട് ഈ സ്നേക് പാർക്കിന്റെ വ്ലോഗ് ഒരൊറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അതെ, കാണുന്നത് കാണാം. അത്ര താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അമൽജി, എന്താ താങ്കളുടെ അഭിപ്രായം സ്നേക് പാർക്കിനെ പറ്റി? ആലോചിക്കുന്നുണ്ടോ? ഇല്ല, ആലോചിക്കുന്നുണ്ടോ? കട്ടില്ല ഇതില് അൺകട്ട് വേർഷൻ. 42 മിനിറ്റ് കട്ട് ചെയ്തിട്ടില്ലേ? ഒറ്റ വ്ലോഗ് എന്താ പറയാനുള്ളത്? കുറച്ച് നേരം ഈ പ്രദർശനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു. പ്രതിപക്ഷം ഇല്ല ഇവിടെ. ഏത് സിനിമയുടെ റിവ്യൂ നിനക്ക് വേണ്ട? മറ്റേ ഇത് കിങ് കോബ്ര കണ്ണങ്കാവല്ലോ. പച്ചത്തത്ത സിനിമ നമ്മുടെ ഈ സ്നേക് പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിവിടെ വളരെ വ്യത്യസ്തമായി എന്ന് തോന്നുന്ന സ്നേക്കുകളെ ഒന്നും കാണാൻ പറ്റത്തില്ല. അല്ല, ഇന്ത്യയിലുള്ളതിനെ മാത്രമേ കാണാൻ പറ്റൂ. നമുക്ക് നാട്ടിൽ സുപരിചിതമായ കുറെ ഐറ്റംസ് ഒക്കെ അവിടെയൊക്കെ കറങ്ങി അതെ അതെ, രാജവെമ്പാലയൊക്കെ സുപരിചിതമാണല്ലോ. കട്ടി ഇത് കട്ടില്ല, കട്ട് മാത്രം തന്നെ അതുകൊണ്ട് അൺകട്ട് വേർഷൻ. അല്ല, ഇവിടെ വരാൻ താല്പര്യമുള്ളവര് നമ്മുടെ മിസ്റ്റർ രാഹുൽ വൈപ്പർ രാഹുലിനെ ബന്ധപ്പെട്ട് ഫേസ് കൂടെ കാണാമായിരുന്നു. രാഹുലിനെ ബന്ധപ്പെട്ട് അതല്ല, ഇങ്ങനല്ല, അത് വേറെ സാധനമുണ്ട്. രാഹുലിന്റെ യഥാർത്ഥ ഹെഡിങ് പിന്നെ ബന്ധപ്പെട്ടാൽ മതി. അങ്ങോട്ടുള്ള റൂട്ടും വഴികളും എല്ലാം പറഞ്ഞു തരും. പിന്നെ ഇദ്ദേഹത്തിന് ഇവിടെ വരണ ലൈക്ക് ഇദ്ദേഹത്തിന്റെ റഫറൽ കോഡ് വെച്ച് വരുന്നവർക്ക് ഡിസ്കൗണ്ട് കോഡോടെ പറഞ്ഞു ഗവൺമെന്റ് കോഡോടെന്ന് പറഞ്ഞത് 50 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കോഡ്. 50 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പാർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കും. അതെ, പ്രത്യേകിച്ച് വാങ്ങണം. പാർക്ക് ചെയ്യുമ്പോൾ ജീപ്പിനെയൊക്കെ ജീപ്പ് ആയതുകൊണ്ട് നമുക്ക് ജീപ്പ് ആയത് ഓപ്പോസിറ്റ് ഉള്ള ഒരു ജീപ്പ് ആയതുകൊണ്ട് ഓണർ അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ബമ്പറൊക്കെ നല്ല ചുട്ടു പഴുത്ത് വളവളവായിൽ ഇരുന്നുകൊണ്ട് അതെ, ഒന്ന് തട്ടിയപ്പോഴേ തിരിച്ചറിയും. ഫൈബർ പഴുത്തിരുന്നത് കൊണ്ട് വളഞ്ഞതേ ഉള്ളൂ. ഓരോ ജ്യൂസ് കുടിക്കാം. ജ്യൂസ് ആവാം. മോരാണ്. കണ്ണൂർ സ്റ്റൈൽ കളിപ്പാട്ടങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാമ്പിന്റെ ഡമ്മി സാധനമുണ്ട്. ഒന്നും വേണ്ടേ? എന്തോ നോക്കിയാ ആദ്യം ഏതാടാ? അയ്യോ അയ്യോ, ഇവിടെ ഒരു പാമ്പിനെ ഉണ്ടാക്കി എനിക്ക് എന്റെ കാര്യം അറിയാം. അതാ ഞാൻ കണ്ടില്ല, ഞാൻ തിരിഞ്ഞിരിക്കുവായിരുന്നു. അങ്ങനെ നമ്മൾ സ്നേക് പാർക്കിൽ നിന്നും ഇറങ്ങുകയാണ്.
അപ്പം എല്ലാവർക്കും സ്നേക്ക് പാർക്കിലെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേക്ക് പാർക്കിലെ വ്ളോഗ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നവരെ ബൈ.